നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമനിൽ ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷമായിട്ടും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഹൂതികൾ. ഗാസയിലെ വംശഹത്യ നിർത്തുന്നതുവരെ ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് മുഹമ്മദ് അൽ ബുഗൈദി BBC-യോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കാൻ അമേരിക്കൻ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേലിൽ താഡ് വിന്യസിച്ചത്. ഭൗമാന്തരീക്ഷത്തിന് അകത്തും പുറത്തുമുള്ള മിസൈലുകളെ തടയാൻ ഈ നൂതന സംവിധാനത്തിന് സാധിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വികസിപ്പിച്ചെടുത്ത താഡ് സിസ്റ്റം ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ടെർമിനൽ ഘട്ടത്തിൽ തന്നെ തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. താഡ് ഗതികോർജ്ജത്തെയാണ് ആശ്രയിക്കുന്നത്. സിസ്റ്റത്തിന്റെ റഡാറിന് 870 മുതൽ 3000 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. താഡ് ബാറ്ററിയിൽ 6 ട്രക്ക് ഘടിപ്പിച്ച ലോഞ്ചറുകളാണ് ഉള്ളത്. ഓരോന്നിനും 8 ഇന്റർസെപ്റ്ററുകൾ വരെ പിടിക്കാൻ കഴിയും. ഒപ്പം റഡാറും അഗ്നി നിയന്ത്രണ സംവിധാനവും താഡിലുണ്ട്. 8 ദിവസത്തിനുള്ളിൽ ഇസ്രയേലിനെതിരായ 5ാമത്തെ ആക്രമണമാണ് ഹൂതികളുടെ മിസൈൽ വിക്ഷേപണത്തോടുകൂടി ഉണ്ടായത്. ഇറാൻ പിന്തുണയുള്ള സംഘം ബെൻ ഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതായി അവകാശപ്പെട്ടു. ഇതിന് മറുപടിയായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതികളുടെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹെസിയാസ് പവർ പ്ലാന്റും സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ചു. വ്യാഴാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ യമൻ തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിലും പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയിരുന്നു. സന ഇന്റർനാഷണൽ എയർപോർട്ടിലെയും ഹെസിയാസ് റാസ് കനാറ്റിബ് പവർ സ്റ്റേഷനുകളിലെയും ഹൂതികളുടെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ ചെങ്കടൽ തുറമുഖങ്ങളായ ഹുദൈദ, സാലിഫ്, റാസ് കനാറ്റിബ് എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. സന വിമാനത്താവളത്തിൽ 3 പേരും ഹുദൈദ പ്രവിശ്യയിൽ നിന്ന് 3 പേരും കൊല്ലപ്പെട്ടതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സബ വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സന വിമാനത്താവളത്തിന്റെ കൺട്രോൾ ടവർ, ഡിപ്പാർച്ചർ ലോഞ്ച്, നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവയെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് UN ഹ്യൂമാനിറ്റേറിയൻ എയർ സർവീസ് വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടെയാണ് വിമാനത്താവളത്തിൽ ആക്രമണമുണ്ടായത്. വ്യോമാക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനാ മേധാവി പറഞ്ഞു. വിമാനത്തിൽ കയറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ടെഡ്രോസ് ഇരുന്നിടത്ത് നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെയാണ് ഈ ആക്രമണം നടന്നത്. UN വിമാനത്തിലെ ഒരു ക്രൂ അംഗത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഹൂതികൾ കസ്റ്റഡിയിലെടുത്ത 16 UN ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താനും ലോകത്തിലെ ഏറ്റവും ഉയർന്ന അളവിലുള്ള കോളറയും ജനസംഖ്യയുടെ 80% പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുള്ളതുമായ യമനിലെ മാനുഷിക സാഹചര്യം വിലയിരുത്താനാണ് UN മേധാവി സനയിൽ എത്തിയത്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ 1 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ പ്രതികരണം തുടങ്ങുകയാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രയേലിന് നേരെ മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ കൂടി ഹൂതികൾ വിക്ഷേപിച്ചു. എന്നാൽ അത് ഇസ്രയേൽ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞുവെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ഹൂതി തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ സംരക്ഷിക്കുന്നതിനായി 2023 ഡിസംബറിൽ ആരംഭിച്ച സമുദ്ര സുരക്ഷാ ഓപ്പറേഷനായ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ക്യാമ്പയിന്റെ അനുബന്ധമായി ഈ വർഷം ജനുവരിയിൽ US-ഉം യുണൈറ്റഡ് കിങ്ഡവും അവരുടെ സഖ്യകക്ഷികളും യമനിലെ ഹൂതികളുടെ സൈനിക ശേഷി കുറയ്ക്കുന്നതിനുള്ള ബോംബിംഗ് ക്യാമ്പയിനായ ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള വാണിജ്യ കപ്പലുകൾ മുഴുവൻ ഒന്നുകിൽ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ യമനിലും ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് മുനമ്പിനും ഇടയിലുള്ള ചെങ്കടലിലേക്കുള്ള ഇടുങ്ങിയ പ്രവേശന കവാടമായ ബാബൽ മണ്ടേബ് വഴി കടന്നുപോകണമായിരുന്നു. ഇതിന് വളരെ ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയമാണ് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക കമ്പനികളും ആദ്യത്തേതാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തോടുള്ള ഹൂതികളുടെ പ്രതികരണം ആഗോള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂയസ് കനാലിൽ 2023 ഡിസംബർ 21 73 കപ്പലുകൾ ഉണ്ടായിരുന്നത് ഈ വർഷം ഡിസംബർ 15 ആയപ്പോൾ അത് 27 കുറഞ്ഞിട്ടുണ്ട്. ഹൂതികളുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ മുഹമ്മദ് അൽ ബുഗൈദി വെള്ളിയാഴ്ച BBC-യുടെ ന്യൂസ് ഷോ പ്രോഗ്രാമിനോട് പറഞ്ഞത് യമനികൾ ഇപ്പോൾ US, UK, ഇസ്രയേൽ എന്നിവരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുകയാണെന്നാണ്.
ഗാസയെ പിന്തുണച്ച് ഞങ്ങളുടെ സൈനിക ഓപ്പറേഷൻ തുടരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വംശഹത്യ കുറ്റകൃത്യങ്ങളും ഗാസയിലെ ഉപരോധവും അവസാനിക്കുന്നതുവരെ ഞങ്ങൾ നിർത്തില്ല. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ള ഞങ്ങളുടെ സൈനിക ലക്ഷ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ പോകുകയാണ് എന്നുമാണ് ഹൂതി തലവൻ പറയുന്നത്. കഴിഞ്ഞ 14 മാസമായി ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ സഖ്യകക്ഷികളായ ഹമാസും ഹിസ്ബുള്ളയും തകർന്നത് കണ്ട ഹൂതികൾക്ക് ഇനി ഇറാന്റെ പിന്തുണ ആവശ്യമില്ല എന്നാണ് ബുഖൈദി പറയുന്നത്. ഈ ഒരു യുദ്ധത്തിലൂടെ കടന്നുപോകാൻ മതിയായ കഴിവുകളെല്ലാം തന്നെ ഹൂതികൾക്ക് ഉണ്ട്. സൈനികമായും സാമ്പത്തികമായും ജനപിന്തുണയിലുമെല്ലാം ഞങ്ങൾ മുൻപന്തിയിലാണ് എന്നും പറയുന്നു. ഇറാന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതേസമയം ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടായ ഹൂതി തീവ്രവാദികളുടെ കൈ വെട്ടിമാറ്റുമെന്ന് നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ പോലെ ഇസ്രയേൽ എല്ലാ ഹൂതി നേതാക്കളെയും വേട്ടയാടുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മേഖലയിൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഗാധമായ ഉത്കണ്ഠയാണ് പ്രകടിപ്പിച്ചത്. എല്ലാ സൈനിക നടപടികളും നിർത്തി ഏറ്റവും സംയമനം പാലിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും ആഹ്വാനം ആവർത്തിക്കുന്നുവെന്നും UN വക്താവ് സ്റ്റെഫാനി ട്രെംബ്ലെ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹൂതികൾ ഇസ്രയേലിൽ 200-ലധികം മിസൈലുകളും 170 ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് IDF പറയുന്നു. എന്നിരുന്നാലും ഈ ഭീഷണികളിൽ ഭൂരിഭാഗവും തടസ്സപ്പെടുത്തുകയോ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വീഴുകയോ ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലെ വാണിജ്യ ഷിപ്പിംഗ് സംഘം തടസ്സപ്പെടുത്തിയിരുന്നു. 100-ലധികം വ്യാപാര കപ്പലുകളെ ലക്ഷ്യം വെച്ചിരുന്നു. കാരിയറുകളെ വഴിതിരിച്ചുവിടുവാൻ നിർബന്ധിതമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ആക്രമണങ്ങളെല്ലാം തന്നെ എല്ലാ സമയത്തും തുടർന്നു കൊണ്ടുപോകുന്ന ഹൂതികളെ നിലയ്ക്ക് നിർത്തും എന്ന് തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.